സുഹൃത്തുക്കളെ അനീഷാണ്. ഞാനിന്ന് നമ്മുടെ തിരൂർ ചെയർപേഴ്സൺ ഒരു നസീമ അവർക്ക് എടുത്ത് വന്നിട്ടായിരുന്നു. അതായത് രാഷ്ട്രീയത്തിൽ വന്നതാണ്. അപ്പോൾ അവരൊരു രാഷ്ട്രീയ എക്സ്പീരിയൻസ്, അതായത് രാഷ്ട്രീയത്തിൽ വന്ന സമയത്ത് തികച്ചും ഒരു ടീച്ചറായിരുന്നു. അവർ പറയണം ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നൊരു സംഭവം. അപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി. അവരൊരു വരാണ്ടായ ഒരു അനുഭവം, പിന്നെ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം തികച്ചൊരു നോർമൽ ഫാമിലി ആയിരുന്നു അവർ രാഷ്ട്രീയ പശ്ചാത്തലം അവർ പറഞ്ഞു. ഞാനതൊന്നും പറയുന്നില്ല, പാർട്ടി എന്നുള്ളതൊന്നും സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അവർ പറഞ്ഞ ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞാനന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ. അവർ പെർമിഷനോടുകൂടി എടുക്കുകയാണ്. അവരെ പിന്നെ ഓഫീസിലാണ് ഞാനുള്ളത്. ജസ്റ്റ് അവർ പറയും ബാക്കി വേണം. എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ട്. എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സാധാരണ ഒരാളായിരുന്നു. അങ്ങനെ 5 വർഷമായിട്ട് കുറേ ആൾക്കാർക്ക് നോക്കാൻ പറ്റി, കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റി. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് കുറേ പാവപ്പെട്ട ആൾക്കാരെ നോക്കിയില്ലാണ്. ഒരുപാട് കാശൊക്കെ ഉള്ള ആൾക്കാരെ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ സന്തോഷം നല്ല പാവങ്ങളായ അവർക്കെല്ലാം പ്രയാസമുള്ള ആളുകൾക്ക് അവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു പെൻഷൻ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഞാനതിൽ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തി. തീർച്ചയായിട്ടും ഒരു സാധാരണ ഒരു പൊതുജീവിതത്തിലെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത്തരത്തിലുള്ള പാവങ്ങളായ ആളുകൾക്ക് ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുത്താൽ മതി. അവർക്ക് വലിയ ആവശ്യങ്ങളായിട്ടൊന്നുമല്ല അവർ വരിക. ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഭയങ്കര നന്ദിയും കടപ്പാടൊക്കെ ഉണ്ടാവും. പിന്നെ എപ്പോൾ എവിടെ നിന്ന് കണ്ടാലും വേണം, എന്താണ്, സുഖാണോ, അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ ആളുകളെ സമ്പാദിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടിയ വലിയ. പിന്നെ പൊളിറ്റിക്സ് അല്ലേ, വിമർശനങ്ങളൊക്കെ എതിർ പാർട്ടികൾ പലതും പറയും. അതൊക്കെ പിന്നെ പൊളിറ്റിക്സ് ആയിട്ട് എടുത്താൽ മതി. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെൽ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഈ സീറ്റിൽ ഇരുന്നതിന് ശേഷം അത്രയും വലിയൊരു അനുഗ്രഹം ദൈവം തന്ന പോലെ എനിക്ക് തോന്നി. സന്തോഷം വേണം. ഏതായാലും എനിക്ക് ജസ്റ്റ് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്ക് അതിലൊരു ഭയങ്കര ഒരു ജെന്യൂനിറ്റി തോന്നി അവർ സംസാരിച്ചപ്പോൾ. എന്തായാലും ഓക്കെ, ഒരുപാട് താങ്ക്സ് ഉണ്ട് മാഡത്തിന് സംസാരിച്ചത്.